നമസ്കാരം. കഥ പറയും പാട്ടുകളുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശരിക്കും പാട്ട് ആസ്വദിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. എല്ലാവർക്കും ഇഷ്ടമാണ് പാട്ട്. ഈ ലോകത്ത് കാശ് കൊടുക്കാതെ ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, അത് പാട്ടാണ്. ഭക്ഷണമൊക്കെ നമ്മൾ ആസ്വദിച്ച് കഴിക്കുമല്ലേ, അതുപോലെ അല്ലെങ്കിൽ അതുക്കും മേലെ നമ്മളെ ലയിപ്പിച്ച് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ് പാട്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മനസ്സിലാക്കി പാട്ട് ആസ്വദിച്ചു കഴിഞ്ഞാൽ ഇരട്ടി മധുരം എന്ന് തന്നെ പറയാം. ഇന്നു മുതൽ നമുക്ക് പാട്ടുകൾ കൂടുതൽ അടുത്തറിയാം. കഥ പറയും പാട്ടുകളിലൂടെ. ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ക്രിസ് വേണുഗോപാൽ ആൻഡ് ദിവ്യ ശ്രീധറാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു ദി ഷോ. നമസ്കാരം. യെസ്, സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയല്ലേ, അതിന്റെ സെലിബ്രേഷൻ മൂഡിലാണ്. ഒരു ലൈഫ് ലോങ് സെലിബ്രേഷൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ ഏത് പാട്ടോടുകൂടി തുടങ്ങാം? ഓക്കെ, നമുക്ക് തുടങ്ങുന്നത് എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട്. ഈ പാട്ട് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊരിക്കലും ആരുടെ മുന്നിലും പാടരുത്. അതുകൊണ്ട് പാടാന്ന് വിചാരിച്ചെന്നൊക്കെ. അപ്പൊ അത് പറയാനുള്ള റീസൺ, ഒരു പക്ഷേ ഈ പാട്ടിന്റെ ക്യാപ്റ്റിവിറ്റി അത് നമ്മളെ എന്തോ ഒരു ഫീലിങ്ങിനകത്ത് അടക്കിയിടും. അപ്പം അത് അത്രത്തോളം സോഫ്റ്റ് ആയിട്ടും അത്രത്തോളം ഗംഭീരമായിട്ടും കമ്പോസ് ചെയ്യപ്പെടുകയും പാടുകയും ചെയ്യപ്പെട്ട ഒരു പാട്ടാണ്. സോ അതുകൊണ്ടായിരിക്കാം മേ ബി അതിലെ ചില നുവാൻസസ് ഈ വോയിസ് ഓവർ ചെയ്തുള്ള ആ ശീലത്തിനിടയിൽ പലപ്പോഴും പാട്ടിൽ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കാറുണ്ട്. അതിൽ പോലും ഈ ഒരു പാട്ട് വരാറുണ്ട്. മോഹം കൊണ്ടു ഞാൻ ദൂരെ പൂത്തനാ മധു തേടിപ്പോയി നീലേ താഴെ പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരെ എന്തുകൊണ്ടാണ് ആ ഫ്രണ്ട് പാടരുതെന്ന് പറഞ്ഞത്? ഒരു പക്ഷേ ഈ പാട്ടിന് ആ ഒരു ഇറ്റ് ബ്രിങ്സ് എ പേഴ്സൺ വെരി ക്ലോസ് എന്നുള്ള ആ ഒരു ഫീലിംഗ്. അപ്പൊ അങ്ങനെ ഇപ്പോൾ ഒരു ആൾക്കാരെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പൊ ആ പാട്ടിന് ചിലപ്പോ ഞാൻ കുഞ്ഞുമൊക്കെ ഈ പാട്ട് പാടി കൊടുത്തിട്ടുണ്ട്. മേ ബി ആ പാട്ട് കേൾക്കുമ്പോൾ ചില സമയത്ത് ചില പാട്ടുകൾക്ക് കുഞ്ഞുമോൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, അയ്യോ ഈ ഒരു സ്ഥലത്ത് എനിക്കെന്തോ അങ്ങനെ ഒരു ഫീലിംഗ് പറയാറുണ്ട്. ഞാൻ പറഞ്ഞത് വേറെ പാട്ടല്ലേ, അത് വേറൊരു പാട്ടില് ഇപ്പൊ അതില് രാത്രി ഉറക്കുന്ന ആ സമയമാകുമ്പോ കൊല്ലയിലെ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട് കാതലൻ സിനിമയില്. അപ്പൊ അതില് കൊല്ലയില തെന്നെ വൈത്ത് കുറുത്തോല പെട്ടി സെഞ്ച് സീനി പോട്ട് നീ തിങ്ക செல்லமாய் பிறந்தவளோ மரக்கிளையில் தொட்டில் கட்ட மாமனவன் மெட்டு கட்ட மரக்கிளையில் தொட்டில் கட்ட மாமனவன் மெட்டு கட்ட அரண்மனைய விட்டு வந்த அல்லீராணி கண்ணுறங்கு குருத்தோல பெட்டி செஞ்சு சீனி போட்டு நீ திங்க. ഇതാണല്ലേ ഫേവറേറ്റ് പാട്ട്, ക്രിസ് പാടുന്ന ഇഷ്ടമുള്ള പാട്ടല്ലേ? അതെ. അതില് ആ ചില പോർഷൻ അത് കുഞ്ഞുമൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ ചില പാട്ടുകളുടെ ചില നോട്ട്സ് അല്ലെങ്കിൽ ചില വേരിയേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ആ കോമ്പസിഷൻ തന്നെ അങ്ങനെ ആയിരിക്കും, നമ്മുടെ മനസ്സിന്റെ വളരെ അടുത്തായിരിക്കും. അപ്പോൾ ദാറ്റ് ബ്രിങ്സ് us or takes us back to memories. നമ്മൾ ഓർമ്മയിലേക്കൊക്കെ തിരിച്ചു പോകും.
അത്രയ്ക്കൊരു അതിനൊരു നൊസ്റ്റാൾജിക് പവർ ഉണ്ട് music. അതെ അതെ മ്യൂസിക്കിന് ശരിക്കും ഞാൻ നമ്മളിങ്ങനെ ക്രിസ് വന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കുന്ന കേട്ടപ്പോൾ റൂം ഫുൾ ബാസ് ആട്ടോ അങ്ങനെ ബാസ് ഇങ്ങനെ മുഴങ്ങാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം സംസാരിച്ച സമയത്ത് ഇതാണോ നോട്ടീസ് ചെയ്തത്? എന്താണ് നോട്ടീസ് ചെയ്തത് ക്രിസിന്റെ? ഏട്ടന്റെ സംസാര ശൈലി തന്നെ വ്യത്യാസമല്ലേ, ഇങ്ങനെയല്ലേ ഒരു നമ്മള് സാധാരണ ആൾക്കാരൊന്നും സംസാരിക്കുന്ന ആ ഒരു രീതിയേ അല്ല ഏട്ടൻ സംസാരിക്കുമ്പോൾ. അതെവിടെയോ ഒരു എന്താണ് പറയാ, അട്രാക്ഷൻ എന്നൊക്കെ പറയില്ലേ, ഫസ്റ്റ് വന്നപ്പോ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞ. ഞാന് അതല്ലേ ഏട്ടൻ പാട്ട് പാടുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു വൈബ്രേഷൻ അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയും, കുഞ്ഞുമോളെ ഇവിടെ ചെവി വെക്ക് എന്ന് പറയും. ഇങ്ങനെ വേണ്ട കേൾക്കുമ്പോ അതിപ്പോ എന്നല്ലേ ബാസ് അറിയാന്നൊക്കെ ഫീലാവും. അല്ല, നെഞ്ചില് നമ്മള് ഇഷ്ടപ്പെടുന്ന ഒരാളെ നെഞ്ചിൽ നമ്മൾ ചെവി വെച്ച് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വൂഫറും സബ് വൂഫറും ഒന്നും ആവശ്യമില്ല. നമ്മുടെ ബോഡി തന്നെ ഒരു സ്പീക്കറാണ്. അപ്പൊ ആ ഒരു ഫീൽ, ആ വൈബ്രേഷൻ, അത് കുഞ്ഞുമോക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ കുഞ്ഞുമോള് പറയുന്ന ഈ ഡിഫറൻസ് ഇൻ ദ വേ ഓഫ് സ്പീക്കിംഗ്, എവിടെയോ ഒരു തമിഴ് കൾച്ചർ എൻ്റെ സ്പീക്കിങ്ങിലും ഉണ്ടാവണം. അപ്പോൾ എന്തെങ്കിലും വന്ന് എൻ്റെ അടുത്ത് അന്ന് ഏപ്രിൽ 18, 19, 20 ആ ദിവസങ്ങളിൽ എന്തോ വന്ന് ചോദിച്ചപ്പോൾ എന്തുമാ എന്ന് ചോദിച്ചതാണ്. പുള്ളിക്കാരിക്ക് അത് ഇപ്പോഴും തലയിൽ തന്നെ അത് കിടക്കുന്നുണ്ട്. കാരണം നമ്മളോട് ആരും ഇങ്ങനെ അല്ല. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയപ്പോ ഏട്ടാ എന്നിങ്ങനെ വിളിച്ചപ്പോ തിരിഞ്ഞു നോക്കിയിട്ട് എന്തുമാ ആ ഒരു എന്നെ അങ്ങനെ ഒന്നും ആരും വിളിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് എന്തോ എവിടെയോ ഒരു കെയർ ചെയ്യാൻ ഒരാൾ അങ്ങനെ എന്തോ ഒരു ഇത് ബിഫോർ മാരേജ് നിങ്ങൾ കാണുന്ന സമയത്ത് ഉണ്ടായിരുന്ന അല്ലേ? ബിഫോർ മാരേജ് നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കണ്ടിരുന്ന സമയത്തല്ലേ? ആ സമയത്ത് വിളിച്ച കാര്യമല്ലേ പറയുന്നത്? ഓക്കെ, യെസ്. അപ്പോൾ ക്രിസ് ഒരു പാട്ട് പാടി നമുക്ക് വേണ്ടിയിട്ട്. ദിവ്യ ഏത് പാട്ടിന്റെ കഥയാ പറയാൻ പോകുന്നതും പാടുന്നതും? അല്ലേ, ഞാന് മുന്നേ എനിക്ക് അങ്ങനെ പാട്ട് പാടാനൊന്നും അറിയില്ല, അതിന്റെ ഒരു കാര്യം അറിയില്ല. അപ്പൊ എനിക്ക് പണ്ടേ പാടുന്ന ഒരു പാട്ടുണ്ട്, സ്വർണ്ണമുഖിലെ പാട്ട്. അത് പാടിയപ്പോ ഏട്ടന് ഇഷ്ടമായി, ഏട്ടന്റെ അമ്മക്ക് ഇഷ്ടമായി. അപ്പൊ അതെന്നെ കൊണ്ട് പാടിക്കുമായിരുന്നു. പക്ഷെ ഒന്നും അറിയില്ല, സംഗതികളൊന്നും അറിയില്ല, എന്നാലും ഇഷ്ടമാണ്. സ്വർണ്ണമുഖിലെ സ്വർണ്ണമുഖിലെ സ്വപ്നം കാണാറുണ്ടോ നീയും? സ്വപ്നം കാണാറുണ്ടോ? കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീതിയിൽ നടക്കുമ്പോ സ്വർണ്ണച്ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രിയിൽ മയങ്ങുമ്പോ മേ ബി അതിൻ്റെ ഇമോഷണൽ വാല്യൂ എവിടെയോ കുഞ്ഞുമോള് പറഞ്ഞ കുഞ്ഞുമോളുടെ ലൈഫ്, ഈ പാട്ടിലുള്ള പാത്തോസും എനിക്കത് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി ആ സിനിമയിലുള്ള അത്രയും വിഷമമൊന്നും ആയിരിക്കില്ല, ബട്ട് ആ ഇമോഷൻ, ആ പാട്ടിന് അങ്ങനെ ഒരു ഇറ്റ് ഹാസ് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അമ്മയുടെ അടുത്ത് പാട്ട് പാടും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ പാട്ട് പാടൂ എന്ന് പറഞ്ഞ് വീട്ടിൽ പാടുകയും ചെയ്തു. നമുക്ക് ലൈഫിൽ ചില സോങ്സ് അതിൻ്റെ ചിലപ്പോൾ മ്യൂസിക് മാത്രമായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ വേർഡ്സ് ആയിരിക്കാം, എവിടെയോ നമ്മുടെ മനസ്സുമായിട്ട് അത് ലിങ്ക് ചെയ്ത് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ വേർഡ്സ് ഒന്നും ഓർമ്മയുണ്ടാവില്ല, മേ ബി ജസ്റ്റ് ദ മ്യൂസിക് ഇറ്റ്സെൽഫ്. ശരിക്കും ദിവ്യക്ക് എവിടെയാണ് അത് തുടങ്ങിയത്, ആ ഒരു കണക്ഷൻ, ഈ പറഞ്ഞ വരികളോടുള്ള ആ ഒരു കണക്ഷൻ? My life. നമുക്ക്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പാട്ടിന് ഭയങ്കര കണക്ഷനാണ്. നമ്മൾ ചിലപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴായിരിക്കും ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം വരുന്നത് അല്ലേ? വിഷമിച്ചിരിക്കുമ്പം സന്തോഷമുള്ള പാട്ട് കേൾക്കുമ്പോൾ, അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ദിവ്യ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു സന്തോഷമുള്ള ഇല്ല, അതിനിടയ്ക്ക് മ്യൂസിക്കിന് അങ്ങനെ ഒരു വാല്യൂ ഉണ്ട് എന്നുള്ള റിസർച്ചിന്റെ ഒരു സബ്ജക്ട് തന്നെയാണ്. ഇപ്പോൾ ഡോക്ടർ ബാലമുരളീകൃഷ്ണൻ അദ്ദേഹം റിസർച്ച് ചെയ്തത് മുഴുവനും അസുഖങ്ങൾ എങ്ങനെ മ്യൂസിക് കൊണ്ട് മാറ്റാം എന്നുള്ളത്. ഈവൻ ഇപ്പോൾ നമ്മൾ സാഡ് ആയിരിക്കുന്ന സമയത്ത് ചിട്ടിബാബു സാറിന്റെ കഥന കുതൂഹലം രാഗത്തിലുള്ള മ്യൂസിക്, ആ നോട്ട് തന്നെ അതൊക്കെ അത്രത്തോളം നമ്മുടെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാറുണ്ട്. പിന്നെ പാട്ടും പാട്ടിലെ വരികളും എല്ലാം ഷീസ് വെരി ക്ലോസ്ലി അറ്റാച്ച്ഡ് ടു ഇറ്റ്. അതുകൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ അങ്ങനെയൊക്കെ വരും. അതെ, എത്രയോ പാട്ടുകൾ നമ്മൾ ഹെഡ്സെറ്റ് വെച്ചിരുന്ന് കരയുന്നു അല്ലേ? അല്ല, പാട്ട് വെച്ചിട്ട് തന്നെയാണ് ആൾക്കാരെ കണക്ട് ചെയ്തിട്ടുള്ളത്. കാരണം പണ്ട് ഒരു ആൽബത്തിലാണ് ആൾക്കാരുടെ മനസ്സിലേക്ക് കയറി പറ്റിയത്. പണ്ടത്തെ ഖൽബാണ് ഫാത്തിമ. കൽബാണ് ഫാത്തിമ. യെസ്. ആരാരുമറിയാത്ത എന്നെ അറിഞ്ഞ് നീ, ആരാരുമറിയാത്ത എന്നെ അറിഞ്ഞ് നീ, ആർക്കും കൊടുക്കാത്ത കൽബ് തന്നു. അപ്പോൾ ശരിക്കും എപ്പോഴാണ് ഈ ആക്ടിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല, 18ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അല്ലേ? അത് ഈ ആൽബത്തിൽ നിന്നാണോ? ഈ ആൽബത്തിൽ നിന്നാണ്. പിന്നെ ആ ഒരു ആക്ടിങ് കരിയർ എങ്ങനെയായിരുന്നു? 12 വർഷത്തോളം. അല്ല, അത് എന്താണ് ബ്രേക്ക് ചെയ്തല്ലോ. 18 വയസ്സിൽ തന്നെ ഒരു 10-12ഓളം ആൽബം, 3 ഫിലിം, ഷോർട്ട് ഫിലിം, അങ്ങനെ പരസ്യം, അങ്ങനെയൊക്കെ കുറെ ചെയ്തായിരുന്നു. പിന്നെ നല്ലൊരു ലൈഫായതുകൊണ്ട് 12 കൊല്ലം അടച്ചിട്ട് ആ ഒരു നല്ല പ്രായം അങ്ങ് പോയി കിട്ടി. നല്ല പ്രായം പോയി കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ദൈവാധീനം എന്ന് പറയാം. ഒരു 24ാമത്തെ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു മൂവിയിൽ ഹീറോയിനായിട്ട് ചെയ്യാൻ പറ്റി. ആരണ്യം എന്നാണ് മൂവിയുടെ പേര്. ജനുവരിയിൽ റിലീസാണ്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഒരു മൂവി ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു മൂവിയാണ്. റിജു സാറ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതിൽ നല്ല ക്യാരക്ടറാണോ? നല്ല ക്യാരക്ടറാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്ത് കാണാം. ശരിക്കും ഇപ്പോൾ ഒരുപാട് പാട്ടുകൾ നമ്മൾ കേട്ടു, പറഞ്ഞു അതിന്റെ കഥകൾ. ഇതുപോലെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും പാട്ട്, അതായത് പഴയ പാട്ടുണ്ടോ കണക്ഷനുള്ള? പഴയ പാട്ടെന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ഇപ്പൊ എൻ്റെ മനസ്സിലും ഇവിടെയുള്ള പല ആൾക്കാരുടെയും മനസ്സിൽ, ഒരു ജനറേഷൻ മുന്നേ ഉള്ള ആൾക്കാരുടെ മനസ്സിൽ സൂപ്പർ സ്റ്റാർ എന്നോ അല്ലെങ്കിൽ ഹീറോ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ആരാധിച്ചിരുന്ന ഒരു വ്യക്തി ഇപ്പൊ പൊതുവെ അതൊരു കോമഡി ലെവലിലേക്ക് മാറിപ്പോയി. അതെന്താ അങ്ങനെ മാറിപ്പോയി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പല റീസൺസ് ഒക്കെ ഉണ്ടാവും. ഞാൻ കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് അമ്മ തയ്യൽ പഠിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ തയ്യൽ പഠിക്കാൻ പോകുന്ന ആ ടീച്ചറും അമ്മയും കൂടെ ഒരു ദിവസം വളരെ വിഷമിച്ച് കരഞ്ഞൊക്കെ ഓടി വരിക. കാരണം ന്യൂസ് അറിഞ്ഞു, കോളിളക്കം സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ ജയൻ ആക്സിഡന്റിൽ മരിച്ചു. ആ തയ്യൽ ടീച്ചർ ശരിക്കും സൂയിസൈഡിന് അറ്റംപ്റ്റ് ചെയ്യുന്ന ആ ലെവലില്, കാരണം അത്രത്തോളം കേരളം മുഴുവനും അദ്ദേഹത്തിനെ ആരാധിച്ചിരുന്ന കുറെ ആൾക്കാർ, അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ജയൻ അന്തരിച്ചു എന്നുള്ളത്. ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ എന്നുള്ള ആ ഒരു ലെവലൊക്കെ മാറി ജയൻ ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഹീറോ ആയിരുന്നു. കാരണം ഹാൻസം ആണോ അതോ ബോഡീന്റെ ആണോ, ഇല്ല പ്രസന്റേഷൻ സ്റ്റൈലിലാണോ, സംസാര രീതിയിലാണോ? അപ്പോൾ പലപ്പോഴും ആൾക്കാര് ഇംഗ്ലീഷിനോട് താല്പര്യം വന്നത് പോലും ഒരു പക്ഷേ ജയനായിരിക്കും. കാരണം അങ്ങാടി സിനിമയില് വി ആർ നോട്ട് ബെഗേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സീനിലൂടെയൊക്കെ ആയിരിക്കാം ആൾക്കാർ അത്രത്തോളം ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ അത് പറഞ്ഞു വന്നപ്പം പഴയ മറ്റു ഈ തയ്യൽ പഠിക്കാൻ പോയ കാര്യവും അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഇറ്റ് വാസ് അൺബിലീവബിൾ ഫോർ പീപ്പിൾ. അദ്ദേഹത്തിന്റെ പാട്ടുകളും അങ്ങനെ തന്നെയായിരുന്നു. വളരെ നല്ല നല്ല പാട്ടുകളും ഉണ്ട്. അതെ, അതിൽ ഫേവറേറ്റ് ആയിട്ടൊരു പാട്ടുണ്ടാവുമല്ലോ. ഓക്കെ, സോ വിൽ ട്രൈ ദിസ്. അതെ. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ
കഥകൾ കൈമാറും അനുരാഗമേ, നീയറിഞ്ഞു നിന്നിലൂറും മോഹഗംഗാജലം, മധുരദേവാമൃതം, മധുരദേവാമൃതം. അടിപൊളി. രണ്ടുപേരും കൂടെ ഒരുമിച്ച് പാടുന്നതൊക്കെ നല്ല രസമായിട്ടോ. ഇടയ്ക്കിടയ്ക്ക് പാടുന്നുള്ളെങ്കിലും നല്ല രസമുണ്ട്. അതറിയാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പാടും. പക്ഷെ ഇടയ്ക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ഇടയ്ക്ക് കയറി പാടുന്നുണ്ട്. കറക്റ്റായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഈ നമ്മുടെ ജയൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു പവർ എന്ന് പറയുന്നത് ഇന്നും ഉണ്ട്. എല്ലാവർക്കും ആരാധന തന്നെയാണ് ജയൻ എന്ന് പറയുന്ന ആക്ടറിനോട്. പക്ഷെ അനുകരിക്കാറുമുണ്ട് ജയനെ ഒരുപാട്, അല്ലേ? എൻ്റെ അങ്കിൾ അദ്ദേഹം മിമിക്രി ഒക്കെ കുറേ ചെയ്തിരുന്നു. ആർട്സ് കോളേജിലൊക്കെ മിമിക്രി ഒക്കെ ഫസ്റ്റ് ഒക്കെ വാങ്ങിച്ചു. അദ്ദേഹത്തിന് ജയനെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് താല്പര്യമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് അവരൊക്കെ ജീവിച്ചത്. അപ്പോൾ പെൺപിള്ളേരെ വഴി നടക്കാൻ ശ്രമിക്കാത്ത റൗഡി ഷാജി നീയാനോടാ എന്നൊക്കെ ആ ഒരു ടൈപ്പിലുള്ള സംസാര രീതി തന്നെ ഹി ഹാഡ് എ സെപ്പറേറ്റ് സ്റ്റൈൽ. അതെ, ഇന്ന് നമുക്ക് അങ്ങനെ പറയാനുള്ള ആക്ടേഴ്സിന്റെ നമുക്ക് ഒരു ശൈലിയൊന്നും പറയാനില്ല. ഇല്ല ഇല്ല. അത് ശരിക്കും അദ്ദേഹത്തിന് എന്താ പറയുക, അദ്ദേഹം പതിപ്പിച്ച് വെച്ചിട്ട് പോയിരിക്കുകയാണ്, അല്ലേ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ. ശരിക്കും ഇപ്പോൾ ഈ ശബ്ദം അനുകരിച്ചപ്പോഴാണ് ഈ മിമിക്രി അത്യാവശ്യം ചെയ്യുമല്ലോ, ഇല്ലേ? കുറച്ചു കാലമൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിന്ന് കുറച്ച് കാണിച്ചു തരുവാൻ. നമുക്ക് മറക്കാനാവാത്ത ചില വോയിസസ്. ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഭൂപേൻ ഹസാരിക, അദ്ദേഹം വലിയൊരു സിംഗറാണ്, കമ്പോസറാണ്. നമുക്ക് കുറേയധികം നല്ല നല്ല പാട്ടുകളൊക്കെ തന്നിട്ടുള്ള ഒരു വലിയൊരു കമ്പോസറാണ് അദ്ദേഹം. ആസാമിയ ഫോക്ക് മ്യൂസിക് ആണ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പം അദ്ദേഹം പാടുന്നത് നാസുക് നാസുക് ഉംഗലിയാ തോड़ रही है पत्तियां भाबोनपुर के भागानों में. ഒരു ടിപ്പിക്കൽ ആസാമിയ സ്റ്റൈൽ. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ട് ആസ്വദിച്ചിട്ടുള്ള പാട്ട് ദിൽ ഭോം ഭോം കരേ ഘബറായേ मन घन घन करे तरसाए एक बूंद कभी पानी की मोरी अखियों से बरसाए. നാഷണൽ അവാർഡ് കിട്ടിയ പാട്ടല്ലേ? ഇനി അടുത്ത പാട്ട് ഏതാണ്? അതിനൊരു കഥയും ഉണ്ടാവുമല്ലോ. സിംഗർ ശ്രീനിവാസ്, അദ്ദേഹം എനിക്ക് നല്ലൊരു ഫ്രണ്ടാണ്. ഞാൻ കാണുന്നത് എപ്പോഴും ഒരു ഗുരുസ്ഥാനീയനായിട്ടാണ്. അദ്ദേഹം കെമിക്കൽ എഞ്ചിനീയർ ആയിട്ട് റഹ്മാൻ സാറിൻ്റെ അടുത്ത് എന്നിട്ട് പാട്ട് പാടി തുടങ്ങി. അദ്ദേഹം പാടിയ പാട്ടുകളെല്ലാം ഗംഭീരം. അപ്പോൾ ഇദ്ദേഹത്തിനൊരു ബാക്ക് സ്റ്റോറി, എന്നെ ഡയറക്ഷനിൽ ഞാൻ എപ്പോഴും ഗുരുവായിട്ട് കാണുന്നത് രാജീവ് കുമാർ സാറാണ്. അപ്പോൾ രാജീവ് കുമാർ സാറും ശരത് സാറും ശ്രീനിവാസ് സാറും ഇവരെ ഒരുമിച്ച് കോളേജിൽ പഠിച്ചവരാണ്. അപ്പോൾ ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് TK സാർ പറഞ്ഞിട്ടുണ്ട്, എടാ ഞാൻ സിനിമ എടുക്കുമ്പോൾ നീ കമ്പോസ് ചെയ്യണം, നീ പാട്ട് പാടണം എന്ന് അവർ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട്. കുറേ കാലം കഴിഞ്ഞ് TK സാറ് SBTയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം പോയി റെസിഗ്നേഷൻ കൊടുത്തിട്ട് അടുത്ത ദിവസം സിനിമ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറിയ ഒരാളാണ്. അങ്ങനെ വന്ന സിനിമ അതാണ് നമ്മൾ കണ്ട ക്ഷണക്കത്ത് എന്ന് പറഞ്ഞ സിനിമ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ. അപ്പോൾ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ട് പണ്ട് കോളേജിൽ പറഞ്ഞ ആ ഒരു കാര്യം ബാക്കിയുണ്ട്. അങ്ങനെയാണ് ഇവർ എന്ന് പറഞ്ഞ സിനിമയിൽ ശരത് സാർ മ്യൂസിക്കും ശ്രീനിവാസ് സാർ പാട്ടും പാടുന്നത്. അപ്പൊ ആ കോളേജിൽ പറഞ്ഞ കാര്യം സത്യമായി. അങ്ങനെ ഈ കഥകളൊക്കെ സാറിൻ്റെ നിന്നും TK സാറിൻ്റെ നിന്നും അല്ലെങ്കിൽ ശ്രീനിവാസ് സാറിൻ്റെ നിന്നൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ശരത് സാറിൻ്റെ സംസാരിക്കുമ്പോഴും അങ്ങനെയൊക്കെ കേട്ട് വരുമ്പോൾ ലൈഫിൽ നമ്മൾ എന്താഗ്രഹിച്ചാലും നടക്കും. ആ ഒരു വിശ്വാസം നമുക്ക് ഇവരിൽ നിന്നാണ് കിട്ടുന്നത്. അങ്ങനെ ശ്രീനിവാസ് സാർ കമ്പോസ് ചെയ്ത ഒരു മൂവി. അപ്പൊ ആ സിനിമയിൽ എൻ്റെ അമ്മായിയുടെ അമ്മയും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമ പുറത്തിറങ്ങാൻ കുറേ ടൈമൊക്കെ എടുത്തു. അപ്പോൾ ഇതിൻ്റെ കോമ്പസിഷൻ കഴിഞ്ഞപ്പോൾ ശ്രീനിവാസ് സാർ എൻ്റെ ഒരു DVD തന്നിട്ട് പറഞ്ഞു, ഈ പാട്ടുകൾ കേട്ടു നോക്കണം. അപ്പോൾ അതിലെ വരികൾ BR പ്രസാദാണ്. അപ്പോൾ BR ഏട്ടൻ ഞാൻ ഏഷ്യാനെറ്റിൽ പണ്ട് ഷോ ചെയ്യുന്ന ആ കാലത്ത് തന്നെ എനിക്ക് അത്ര ക്ലോസ് ആയിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ എഴുത്ത് ഗംഭീരമാണ്, അതിന് പിന്നെ ചോയ്സ് ഒന്നുമില്ല, അത്ര ഗംഭീരമാണ്. ശ്രീനിവാസ് സാർ കമ്പോസ് ചെയ്ത് സാർ തന്നെ പാടിയ ട്രാക്സ് അതായിരുന്നു ആ DVDയിൽ.
അതിൽ 2 പാട്ടുകൾ എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോയിട്ടില്ല. ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് ആ പാട്ട് അതിലെ ഒരു പാട്ടാണ്. അപ്പം അത് കുഞ്ഞുമോക്ക് ഒത്തിരി ഇഷ്ടമാണ് ആ ആ പാട്ട്. അത് നമുക്ക് പാടാം അല്ലേ? തീർച്ചയായിട്ടും. ദൂരെ ദൂരെ വാനിൽ നീ തിങ്കൾ പൊന്നായുതിരവേ ഏതോ മേഘം പോലെ ഞാൻ നിന്നിൽ തന്നെ അലിയവേ നീ അറിയാൻ വൈകിയോ രാമഴ പോലാശകൾ ദൂരെ ദൂരെ വാനിൽ നീ തിങ്കൾ പൊന്നായുതിരവേ നെയ്മണക്കും വാക്കിനുള്ളിൽ കർപ്പൂരം പോൽ നീ അലിയവേ മഞ്ഞൾ മുത്തായി മാറിയില്ലല്ലോ മണ്ണിനുള്ളിൽ ഈ മോഹൻ ഞാൻ ദൂരെ ദൂരെ വാനിൽ നീ തിങ്കൾ പൊന്നായുതിരവേ ഏതോ മേഘം പോലെ ഞാൻ നിന്നിൽ തന്നെ അലിയവേ തുമ്പി തുള്ളാൻ വായോ. ഈ പാട്ട് ഞാൻ ഞാൻ നേരത്തെ പഠിച്ചു വെച്ച പാട്ട്. You mean 20 years back? 20 yearsോ? Yeah. ഞാൻ ജനിച്ചിട്ട് പോലും അത്ര ആയിട്ടില്ല. വെള്ളം കല്ലിൻ ചില്ലും കൂടൊന്നുണ്ടാക്കാം ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നെന്നും. ഏതൊക്കെ ഐറ്റത്തിനാ പങ്കെടുക്കുന്നത്? ഞാൻ ലൈറ്റ് മ്യൂസിക്. ലൈറ്റ് മ്യൂസിക് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല? ഡാൻസ്, പാട്ട്, പ്രസംഗം? പാട്ടല്ലേ ലൈറ്റ് മ്യൂസിക്. പാട്ട് വിട്ടേക്ക്, ബാക്കി താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു. അപ്പോ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു. എങ്ങനെ എക്സ്പ്രഷൻ ഒക്കെ പഠിച്ചത്? എക്സ്പ്രഷൻ ഒന്നും പഠിക്കുന്നതല്ല, തന്നെ തനിയെ വന്നു തന്നെ വരണയാ. വരുന്നേ അല്ലേ?